പുല്ല് കരിയുന്നു, പുഷ്പം പാടുന്നു, എന്നാൽ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. നമ്മുടെ ആമുഖ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സെക്ഷന് നേതൃത്വം നൽകുന്നത് ഷാലോമിൻ്റെ ആദ്യകാല ശുശ്രൂഷയും പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഗ്ലാഡിസ് എൻസിയുമാണ്. സ്നേഹത്തോടെ നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെയും ഈ നിമിഷങ്ങളിലൊന്ന് കൊടുക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ വചനം ആത്മാവും ജീവനുമാണല്ലോ. വചനത്തിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യണമേ. ഓ പരിശുദ്ധ അമ്മേ, വചനത്തെ ഉദരത്തിലും ഹൃദയത്തിലും സ്വീകരിച്ച അമ്മേ, വചനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച മാതാവേ, അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുമാരൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ ചേർത്ത് വെക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായി നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു അപ്പനും മകനും കൂടി ഒരു ദൂര യാത്രയ്ക്ക് പോവുകയാണ്. പ്രഭാതത്തിൽ തന്നെ അപ്പൻ ഉണർന്നു. കാരണം ഇവര് യാത്ര പുറപ്പെടുന്നത് അതിരാവിലെയാണ്. അങ്ങനെ അതിരാവിലെ തൻ്റെ കൊച്ചുമകനെയും കൂട്ടി, പ്രായമുള്ള പിതാവാണ്, എൻ്റെ കൊച്ചുമകനെയും കൂട്ടി ഇവരിങ്ങനെ യാത്ര പോവുകയാണ്. 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വീട്ടിലുള്ള മറ്റു രണ്ടുപേരെയും കൂടെ കൂട്ടി ഇവർ യാത്ര പുറപ്പെട്ടു. 2 ദിവസത്തെ വഴി പിന്നിട്ട് കഴിഞ്ഞ് 3-ാം ദിവസമായപ്പോഴേക്കും അപ്പൻ തങ്ങൾ പോകേണ്ട സ്ഥലം കാണുകയാണ്. തങ്ങൾ ചെല്ലേണ്ട സ്ഥലം കണ്ടു. അപ്പോൾ ആ അപ്പൻ കൂടെ കൊണ്ടുവന്ന ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നു, ഞാനും മോനും കൂടെ ഇനിയുള്ള യാത്ര ഞങ്ങൾ തനിച്ചു പോയിക്കോളാം. നിങ്ങൾ ഇനി കൂടെ വരേണ്ട ആവശ്യമില്ല, നിങ്ങളിവിടെ നിൽക്ക്. അങ്ങനെ ഈ കുഞ്ഞു മോനെയും കയ്യിൽ പിടിച്ച് അപ്പൻ പോവുകയാണ്. ഇനി ഇവർ യാത്ര പോയിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞ് സ്നേഹത്തോടെ അപ്പൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പിതാവേ, അപ്പൻ വിളി കേട്ടു. എന്താ മോനെ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ആ കാണുന്ന മലയിലേക്ക്. അപ്പൻ സ്നേഹത്തോടെ പറഞ്ഞു. അങ്ങനെ വീണ്ടും അവരൊരുമിച്ച് നടന്ന് യാത്ര തുടർന്നു. വീണ്ടും ഈ കുഞ്ഞുമകൻ അപ്പനോട് ചോദിച്ചു, അപ്പ എന്താ മോനെ, നമ്മൾ പോകുന്നത് ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലേ? അതെ. അപ്പോൾ നമ്മൾ ആരാധിക്കുവാൻ, ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ സാധാരണ നമ്മളൊരു കുഞ്ഞാടിനെ കൊണ്ടുപോകാറില്ലേ? ബലിവസ്തുവും നമ്മൾ കരുതാറില്ലേ? എന്നാൽ ഇത്തവണ നമുക്ക് ബലിവസ്തു ഇല്ലല്ലോ, നമുക്ക് കുഞ്ഞാടില്ലല്ലോ ബലിയർപ്പിക്കുവാൻ. ഉടനെ അപ്പൻ മകൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അതിനെന്താ മോനെ, കുഞ്ഞാടിനെ ദൈവം നമുക്ക് തരും. ബലിയർപ്പിക്കേണ്ട കുഞ്ഞാടിനെ ദൈവം നമുക്ക് തരും. അപ്പോൾ മകന് വലിയ സന്തോഷമായി. അങ്ങനെ വിറക് കെട്ടൊക്കെ ചുമന്ന് അവൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവരെത്തി. നിങ്ങളുടെ ശ്രദ്ധ ഉൽപ്പത്തി പുസ്തകം 22 കൊണ്ടുവരികയാണ്.
അവിടെ നമ്മൾ കാണുന്നുണ്ട് ആ അപ്പനെയും മകനെയും. നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹവും അദ്ദേഹത്തിൻ്റെ വാഗ്ദാനപ്രകാരമുള്ള മകൻ ഇസഹാക്കുമാണ്. അവരങ്ങനെ മോറിയ മലയിലെത്തി. ആ മലയിലെത്തിക്കഴിഞ്ഞപ്പോൾ അപ്പൻ എന്തു ചെയ്തു? നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, തൻ്റെ കുഞ്ഞിനെ പിടിച്ചു കെട്ടി ബന്ധിച്ചു, ബലിപീഠത്തിൽ കിടത്തി, എന്നിട്ട് കത്തിയെടുത്തു. കുഞ്ഞിനെ ബലിയർപ്പിക്കുവാനുള്ള കത്തിയെടുത്തപ്പോൾ ഇതാ ദൈവത്തിൻ്റെ സ്വരം, അബ്രാഹം അബ്രാഹം എന്ന് ദൈവം അതാ വിളിക്കുന്നു. ഉടനെ അബ്രാഹം തിരിഞ്ഞു നോക്കി, തല ഉയർത്തി നോക്കി. അപ്പോൾ ദൈവം പറഞ്ഞു, ദൈവദൂതൻ അവനോട് അരുളി ചെയ്തു, നിന്റെ കുഞ്ഞിനെ നീ ഒന്നും ചെയ്യരുത്, നിന്റെ കുഞ്ഞിനെ നീ ഒന്നും ചെയ്യരുത്. നിന്റെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിന്നോട് പറഞ്ഞത്. നിന്റെ കുഞ്ഞിനെയും കൂട്ടി ഇവിടെ വന്ന് ദൈവത്തിന് ദഹനബലി അർപ്പിക്കുവാനായിട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിച്ചത് നിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും അബ്രാഹാം തല ഉയർത്തി നോക്കി. അപ്പോൾ അതാ കുറ്റിക്കാട്ടില് മുൾപടർപ്പില് കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാട്. ആ മുട്ടാടിനെ എടുത്ത് അബ്രാഹാം ദൈവത്തിന് ബലി അർപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം ആ മലയ്ക്കൊരു പേരിട്ടു, യഹോവ ഈരേ, യാഹ്വേ ഈരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാഹ്വേ ഈരേ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്നറിയാമോ? കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുമെന്ന് ഇന്നോളം പറയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം പിടിച്ച് കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് നമുക്ക് വേണ്ടത് പ്രദാനം ചെയ്യുമെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ മല എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അത് കർത്താവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടമാണത്. അവിടെ അവിടുന്ന് നമുക്ക് വേണ്ടത് പ്രദാനം ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം ഈ രാത്രിയിൽ ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, തൻ്റെ മകനെ ബലിയർപ്പിക്കുവാൻ വേണ്ടി പോകുന്ന സമയത്താണ് മകൻ ചങ്കിൽ ആഞ്ഞു തറയ്ക്കുന്ന ചോദ്യം ചോദിക്കുന്നത്. ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ കുഞ്ഞിനെ അടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ ബലിപീഠത്തിൽ വെച്ച് അവനെ കൊല്ലുവാൻ പോകുന്ന സമയത്താണ് ഈ പിതാവിനോട് ഈ മകൻ ചങ്ക് പറിക്കുന്ന ചോദ്യം ചോദിച്ചത്. അപ്പാ, കുഞ്ഞാട് എവിടെയാണ്? കുഞ്ഞാട് നീയാണ് മകനെ എന്ന് അബ്രാഹത്തിന് പറയുവാൻ സാധിക്കുമോ? അബ്രാഹത്തിന് പറയുവാൻ സാധിക്കുമോ? ഇല്ല. അബ്രാഹം പറഞ്ഞു, പൊന്നു മോനെ, ദൈവം നമുക്ക് തരുമെടാ, ദൈവം നമുക്ക് തരും. ആ കുഞ്ഞും അത് വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇതുപോലെ വഴിമുട്ടി നിൽക്കുന്ന ചില അവസ്ഥകൾ കടന്നു വരും. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിലായിരിക്കും, നമ്മുടെ കുടുംബത്തിൻ്റെ മുൻപിലായിരിക്കും, നമ്മുടെ ചില പ്രതിസന്ധികളുടെ മുൻപിലായിരിക്കും. എന്തുത്തരം പറയുമെന്നോർത്ത് ചിലപ്പോഴെല്ലാം നമ്മൾ പകച്ചു നിൽക്കാറുണ്ട്. വഴിമുട്ടി ഇനിയൊരു വഴി, ഇനിയൊരടുത്ത ഇടം നമുക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിച്ച് നിന്നു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ ഒരമ്മയെയും ഒരു കുഞ്ഞിനെയും നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും മാറോട് ചേർത്ത് അവൾ മരുഭൂമിയിലൂടെ അലയുകയാ. ആ കുഞ്ഞിന് കൊടുക്കാനുള്ള അവസാന തുള്ളി ജലം പോലും തൻ്റെ പാത്രത്തിൽ നിന്നും തീർന്നു പോയിരിക്കുന്നു. ഒരപ്പത്തിൻ്റെ നുറുക്ക് പോലും തൻ്റെ സഞ്ചിയിൽ ഇനി അവശേഷിക്കുന്നില്ല. ഈ കുഞ്ഞ് അടുത്ത നിമിഷം തൻ്റെ കയ്യിൽ കിടന്ന് മരിക്കും. അവൾ എന്തു ചെയ്തു? ആ കുഞ്ഞിനെ അവിടെ കണ്ട ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ട് കിടത്തി. എന്നിട്ട് അവൾ ആ കുഞ്ഞിന് പുറം തിരിഞ്ഞു നിന്നു. അവൾ പറഞ്ഞു, കുഞ്ഞ് മരിക്കുന്നത് കാണുവാൻ എനിക്ക് സാധിക്കുകയില്ല ദൈവമേ. കുഞ്ഞവിടെ കിടന്ന് ഉറക്കെ നിലവിളിച്ച് കരയുവാൻ തുടങ്ങി. ആ കരച്ചിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. ദൈവം അത് കേട്ടു. ദൈവം പറഞ്ഞു, ഹാഗാറേ, നീ വിഷമിക്കേണ്ട, നീ വിഷമിക്കേണ്ട, നിന്റെ കുഞ്ഞിനെ നീ കയ്യിലെടുക്ക്, നിന്റെ കുഞ്ഞിനെ നീ കയ്യിലെടുക്ക്, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. നിന്റെ കുഞ്ഞിനെ നീ, അവൾ മാറോട് ചേർത്ത് തൻ്റെ കുഞ്ഞിനെ പിടിച്ചു.
അപ്പോൾ അവൾ കണ്ടു മരുഭൂമിയിൽ തൻ്റെ കുഞ്ഞിന് ജലം നൽകുവാനായിട്ട് അവിടെ അതാ ഒരു കിണർ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കിണറ്റിൽ നിന്നും അവൾ കോരിയെടുത്ത് തൻ്റെ കുഞ്ഞിനാവോളം കുടിക്കുവാൻ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് അവിടുത്തെ മുൻപിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊന്ന് തിരിച്ചറിയാം, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടത് പ്രദാനം ചെയ്യുന്നവനാ. നമ്മുടെ ദൈവം മരുഭൂമിയിൽ നമ്മുടെ കരച്ചിലിന് നേരെ കണ്ണുകൾ അടയ്ക്കുന്നവനല്ല, കാതുകൾ അടയ്ക്കുന്നവനല്ല. അവൻ നമുക്ക് വേണ്ടത് പ്രദാനം ചെയ്യുന്നവനാണ്. അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരുവനെ പോലും അവൻ തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: മരിച്ചവരിൽ നിന്ന് മനുഷ്യനെ ഉയർപ്പിക്കുവാൻ പോലും സാധിക്കുമെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. തൻ്റെ കുഞ്ഞിനെ ദൈവം വിളിച്ചാൽ പോലും ഈ കുഞ്ഞിൽ നിന്നും, ഈ മരിച്ച മനുഷ്യനെ ഉയർപ്പിക്കുവാനായിട്ട് ദൈവത്തിന് ശക്തിയുണ്ട് എന്ന് അബ്രാഹാം വിശ്വസിച്ചു. അത്രയേറെ വിശ്വാസത്തിൻ്റെ ഒരു മനുഷ്യനായിരുന്നു അബ്രാഹാം. അതുകൊണ്ടാണ് ഈ ചങ്കുപറിക്കുന്ന ചോദ്യം തൻ്റെ കുഞ്ഞ് തന്നോട് ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞു, മകനെ നീ വിശ്വസിക്കുക, ദൈവം നമുക്ക് വേണ്ടത് തരും. ദൈവം തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയട്ടെ. നമ്മുടെ മക്കൾ ഒരു പക്ഷേ നമ്മുടെ മുൻപിൽ വന്ന് ചോദിക്കും, പ്രിയപ്പെട്ട അപ്പ, അമ്മേ, പ്രിയപ്പെട്ട പപ്പ, നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ ജീവിതത്തിൽ ഞാൻ പലതവണ പരീക്ഷ എഴുതി ഞാൻ പരാജയപ്പെട്ടു. ഞാൻ ജോലിക്ക് വേണ്ടി പല വാതിലുകൾ മുട്ടി പരാജയപ്പെട്ടു. ഇനി എനിക്ക് എന്താണ് പ്രതീക്ഷയുള്ളത്? ഇനി എനിക്ക് എന്താണ് പ്രതീക്ഷയുള്ളത്? അപ്പോൾ മകനെ, മകളെ ചേർത്ത് പിടിച്ചിട്ട് ആ കുഞ്ഞിനോട് നമുക്ക് പറയുവാൻ സാധിക്കണം, മകനെ, നിനക്ക് വേണ്ടത് ദൈവം തരും. നിനക്ക് വേണ്ടത് ദൈവം തരും. അതെ, അവൻ യഹോവ ഈരയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇങ്ങനെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മൾ പഠിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കാണ് അന്ധമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധിക്കുക. ഒരു അനുഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു സഹോദരി പങ്കുവെച്ചൊരു അനുഭവം. കുടുംബത്തിൽ 6-7 മക്കളുള്ള ഒരു ഭവനമാണ് അവരുടെ ഭവനം. വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു അവസ്ഥകളൊന്നുമില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും പഠിച്ച് സ്വന്തം കാലിലൊന്ന് നിൽക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി ഈ സഹോദരി നഴ്സിംഗ് പഠിക്കുവാനായി വടക്കേ ഇന്ത്യയിലേക്ക് പോയി. പോകുമ്പോൾ അവരുടെ ലക്ഷ്യം ഇതായിരുന്നു, അവിടെ പഠിച്ച് ഒരു ജോലി സമ്പാദിക്കുക, കുടുംബത്തെയും എങ്ങനെയെങ്കിലുമൊക്കെ കരകയറ്റുക. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ മകൾ അവിടെ പോയി പഠിച്ചു. പഠനത്തിൻ്റെ അവസാന നാളുകളിലേക്ക് വന്നപ്പോൾ എന്തു സംഭവിച്ചെന്നറിയുമോ? ഈ മകൾക്ക് നട്ടെല്ലിന് ഡിസ്ക് അകന്നു. അങ്ങനെ അവൾക്ക് അവിടെ തുടരുവാനായിട്ട് സാധിക്കുകയില്ല. പഠനമൊക്കെ ഏകദേശം തീരാറായിരുന്നുവെങ്കിലും പഠനം കംപ്ലീറ്റ് ചെയ്യുവാനോ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനോ ഉള്ള ശാരീരികമായ അവസ്ഥ അവൾക്കില്ല. അങ്ങനെ അവൾ നിരാശയോടെ നാട്ടിലേക്ക് വന്നു. തൻ്റെ ഭവനത്തിലേക്ക് അവൾ തിരിച്ചു വരികയാ. ഭവനത്തിൽ വന്നപ്പോൾ അവിടുത്തെ അവസ്ഥകളൊക്കെ കുറേയേറെ മാറിയിരുന്നു. മാതാപിതാക്കൾ രോഗികളാണ്. അവർ മറ്റു സഹോദരങ്ങളുടെ, ഈ സഹോദരിയുടെ മറ്റു സഹോദരങ്ങളുടെ ആശ്രയത്വത്തിലാണ് ജീവിക്കുന്നത്. ഇവൾക്ക് വേണ്ടി ഇവളെ ഒന്ന് ട്രീറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഇവളെ ഒന്ന് ചികിത്സിക്കുവാനോ ഇവളെ ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിപ്പിക്കുവാനോ ഒന്നും അവർക്ക് സാധിക്കാത്ത അവസ്ഥയിലാണ്. ഇവളും തൻ്റെ സഹോദരങ്ങളുടെയൊക്കെ ആശ്രയത്തിൽ കഴിയുന്നൊരവസ്ഥ. ഇങ്ങനൊരവസ്ഥയിൽ ഈ സഹോദരി തൻ്റെ ജീവിതത്തെക്കുറിച്ച് പങ്കുവെച്ചപ്പോൾ ഇനി മുന്നോട്ട് എന്താണ് തനിക്കൊരു ഭാവി? ഇത് കേൾക്കുമ്പോൾ ഒത്തിരി വിഷമം തോന്നി. വളരെ വേദനയോടെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അല്പസമയത്തിനുള്ളിൽ ആ സഹോദരിയുടെ മുഖഭാവം മാറി. അവളുടെ കണ്ണുകളിൽ അതുവരെയും ഇല്ലാത്തൊരു പ്രത്യാശ അവളുടെ കണ്ണുകളിൽ തിളങ്ങി. അതിനുശേഷം അവൾ ഇപ്രകാരം പറഞ്ഞു, എങ്കിലും ഞാൻ മുന്നോട്ട് പോകും, കാരണം എൻ്റെ ദൈവം ഇനിയും മരിച്ചിട്ടില്ല. ഹല്ലേലൂയ, വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൾ പറയുകയാ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത വിഷമത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാൻ നിൽക്കുക. ആരും എന്നെ സഹായിക്കുവാനില്ല. രോഗത്തിൻ്റെ അവസ്ഥ ഒരു ഭാഗത്ത്,
സ്വന്തമായിട്ടൊന്നും ചെയ്യുവാൻ സാധിക്കാത്ത, ഒരു വരുമാന മാർഗവുമില്ലാത്ത അവസ്ഥ മറ്റൊരു ഭാഗത്ത്. ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഇനി എന്താണ് വഴി? പക്ഷേ അപ്പോഴും അവളുടെ ഉള്ളിൽ ഒരു വലിയ ബോധ്യം, എൻ്റെ ദൈവം ഇനിയും മരിച്ചിട്ടില്ല. എൻ്റെ ദൈവത്തിന് എന്നെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ ദൈവത്തിന് എൻ്റെ ഈ പ്രശ്നത്തിൽ ഇടപെടുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്ന് പറയട്ടെ, ആ മകളുടെ ജീവിതം ഏതാനും വർഷങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു. അവളുടെ രോഗങ്ങളെല്ലാം ഭേദമായി ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും മനോഹരമായി ഇന്ന് 2 കുഞ്ഞുങ്ങളുടെ അമ്മയായി ഒരു കുടുംബജീവിതം നയിക്കുവാനും ആ മകൾക്ക് ഇന്ന് സാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ തമ്പുരാന്റെ തിരുസന്നിധി നമ്മളായിരിക്കുമ്പോൾ, കർത്താവിന്റെ തിരുസന്നിധി നമ്മളായിരിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള രോഗാവസ്ഥകളുണ്ട്. ഇനിയും എന്താണ് വഴി? ഇനി ഞാൻ എവിടെ പോകും? എവിടെ ഞാൻ ചെല്ലും? എവിടെയാണ് എനിക്കൊരു അഭയമുള്ളത്? എവിടെയാണ് എനിക്കൊരു ഉത്തരമുള്ളത് എന്ന് ചോദിച്ച് നമ്മൾ പലപ്പോഴും അലയുന്നുണ്ടായിരിക്കും. സങ്കീർത്തകൻ പറയുകയാണ്, 121 സങ്കീർത്തനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് തന്നെ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മെ സഹായിക്കുവാനായി, നമ്മെ ശക്തിപ്പെടുത്തുവാനായി, നമ്മുടെ വേദനകളിൽ നമുക്ക് ഉത്തരമായി, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മെ ഉയർത്തുവാനായി നമ്മുടെ ദൈവം ഇറങ്ങി വരും. നമ്മുടെ ദൈവം ഇറങ്ങി വരും. മരുഭൂമിയിൽ കിടന്നുകൊണ്ട്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കിടന്നുകൊണ്ട് ഹാഗാറിന്റെ കുഞ്ഞ് നിലവിളിച്ചപ്പോൾ നമ്മുടെ ദൈവം നിശബ്ദനായിരുന്നില്ല. അവൻ നിശബ്ദനായിരുന്നില്ല. അവൻ ആ നിലവിളി കേട്ടു. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു നിലവിളി നമ്മൾ ഉയർത്തുമ്പോൾ, അഥവാ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉയർത്തുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു നിലവിളി ഉയരുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവം കണ്ണടച്ചിരിക്കുമോ? ദൈവം കാതുകൾ അടച്ചിരിക്കുമോ? ഇല്ല. അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരിക തന്നെ ചെയ്യും. അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരിക തന്നെ ചെയ്യും. അതാണ് നമുക്ക് ഉറപ്പ് തരുന്ന ദൈവത്തിന്റെ വചനം. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ ശക്തി നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുക. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 31-ാം വചനം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതെ, കർത്താവിൽ ആശ്രയിക്കുന്നവർ, അവന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, വേദനകൾ ഉണ്ടായിക്കൊള്ളട്ടെ, നൊമ്പരങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ അടുത്ത നിമിഷം കർത്താവ് അവന് വേണ്ട വഴി കാണിച്ചു കൊടുക്കും. കർത്താവ് അവനെ ശക്തിപ്പെടുത്തും. ദൈവത്തിൽ പ്രഭാഷകൻ 2:10 ഇപ്രകാരം വായിക്കുകയാ, കഴിഞ്ഞ തലമുറകളെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കുവിൻ, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് പരിത്യക്തരായത്? അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ച ഒരുവനും ഇന്നോളം ലജ്ജിച്ചു പോയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിയുടെയും ജീവിതം പരാജയപ്പെട്ടു പോകുവാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ പരാജയങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. ഇനി എനിക്കൊരു ആശ്രയമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള നമ്മുടെ നിരാശജനകമായ ചിന്തകളെ ഈ രാത്രിയിൽ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. അതാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 17-ാം അധ്യായത്തിൽ 7 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. വേനൽക്കാലത്തെ അത് ഭയപ്പെടുകയില്ല. അതിന്റെ ഇലകൾ എന്നും പച്ചയായിരിക്കും. അതിന് വരൾച്ചയുടെ നാളുകളുടെ ഉത്കണ്ഠയില്ല. എന്നും അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, അവന്റെ ജീവിത സാഹചര്യം എന്തായിക്കൊള്ളട്ടെ, അവന്റെ കുടുംബത്തിൽ പ്രതിസന്ധി ഉണ്ടായിക്കൊള്ളട്ടെ, ജോലി സ്ഥലത്ത് പ്രതിസന്ധി ഉണ്ടായിക്കൊള്ളട്ടെ, ജീവിതം മുന്നോട്ട് നീക്കാൻ പറ്റാതാവാത്ത കടബാധ്യതയാൽ അവൻ തളർന്നു കൊള്ളട്ടെ, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹീതനായിരിക്കും. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ്. അവൻ ആറ്റുനീരത്ത് നട്ട മരം പോലെ അവനെന്നും പച്ചയായിട്ട് നിലകൊള്ളും, തൻ്റെ ദൈവത്തിങ്കലേക്ക് നോക്കി. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം.
കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. ഒരു നിമിഷം നിങ്ങൾ വ്യക്തിപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. ഇന്ന് എൻ്റെ ജീവിതം ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്? ഏത് പ്രശ്നങ്ങളിലൂടെയാണ് ഇന്ന് ഞാൻ കടന്നു പോവുക? എൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ മലകൾ പോലെ എന്താണ് നിൽക്കുന്നത്? എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഇനിയും സംശയിക്കുന്ന ഏതെങ്കിലും മേഖലകൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? പ്രിയപ്പെട്ട കുഞ്ഞെ, പ്രിയപ്പെട്ട മകനെ, മകളെ, പരീക്ഷ 3 4 തവണ എഴുതി പരാജയപ്പെട്ട ഒരു മകനാണോ നീ? ജോലിക്ക് വേണ്ടി പല വാതിലുകൾ മുട്ടിയിട്ടും തുറന്നു കിട്ടാത്ത അവസ്ഥയിലാണോ നിന്റെ ജീവിതം? നീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. നിനക്ക് വേണ്ടി നിന്റെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. നിന്നെ വെറും കൈയോടെ അവൻ ഒരിക്കലും പറഞ്ഞു വിടുകയില്ല. നിന്നെ വെറും കൈയോടെ അവൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇരുകരങ്ങളും തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. കർത്താവെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അബ്രാഹാം തന്നെ മകനോട് പറഞ്ഞതുപോലെ, ഇതാ എനിക്ക് വേണ്ടത് എൻ്റെ ദൈവം തരും. മകനെ, നമുക്ക് വേണ്ട കുഞ്ഞാട് ദൈവത്തിന്റെ കയ്യിലുണ്ട്. നിനക്കിന്നൊരു ജോലി വേണോ? ദൈവത്തിന്റെ കയ്യിലുണ്ട്. നിനക്കിന്നൊരു പരീക്ഷയിൽ നല്ലൊരു വിജയം വേണോ? ദൈവത്തിന്റെ കയ്യിലുണ്ട്. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമോ? ദൈവത്തിന്റെ കയ്യിൽ ആ അനുഗ്രഹമുണ്ട്. നിന്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടണമോ? ദൈവത്തിന്റെ കയ്യിൽ ആ അനുഗ്രഹമുണ്ട്. ഇരുകരങ്ങളും തമ്പുരാന്റെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടെ ഉയർത്തുക. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഓ സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് സർവശക്തനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് സകലതിനും മതിയായവനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രാത്രിയിൽ അവിടുന്ന് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ വേദനകളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ നൊമ്പരങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ പരാജയങ്ങളിലേക്ക് ഈശോയെ നീ കടന്നു വരണമേ. ഞങ്ങളുടെ നിരാശകളിലേക്ക് നീ കടന്നു വരണമേ. ഓ പ്രത്യാശ നൽകണമേ. പുത്തൻ സന്തോഷം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് പൂവണി. എന്റെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് പൂവണി. എന്നെ ശക്തനാക്കുവാൻ യേശു കൂടെയുണ്ട്. എന്നെ ശക്തനാക്കുവാൻ യേശു കൂടെയുണ്ട്. എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാറ്റിലും ഞാൻ വിജയിയാകും. എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാറ്റിലും ഞാൻ വിജയിയാകും. എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് പൂവണിയും. എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് പൂവണിയും. എന്നെ ശക്തനാക്കുവാൻ യേശു കൂടെയുണ്ടല്ലോ. എന്നെ ശക്തനാക്കുവാൻ യേശു കൂടെയുണ്ടല്ലോ. എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാറ്റിലും ഞാൻ വിജയിയാകും.